കൺസ്ട്രക്ഷൻ വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 6, 7, 8 തീയതികളിലായി വടകരയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയുടെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എ പ്രേമൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ നാളെ നടക്കുന്ന സെമിനാർ നിർമ്മാണ മേഖലയും പ്രതിസന്ധി എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ ഊരാലുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് രമേശൻ പാലേരിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം നാളെ വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വത്സം മാസ്റ്ററാണ്. മറ്റ് ഞങ്ങളുടെ തർക്കമായ നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാരി സമിതി തുടങ്ങിയ നിരവധി സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയാണ് കാര്യം ഇവിടെ ബോധിപ്പിക്കാനുള്ളത്. നിർമ്മാണ മേഖല വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടെ കടന്നു പോകുന്ന ഒരു അവസരത്തിലാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസം വരെ 350-നൊക്കെ സിമെൻറ്റ് ലഭ്യമായത് ഇതിപ്പോൾ 390 നാളെ ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 500-നടുത്ത് എത്താൻ പോവുകയാണെന്ന് പറഞ്ഞത്. പക്ഷേ സിമെൻറ്റിൻ്റെ കമ്പനികളുടെ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ACCയുടെ അദാനി ഗ്രൂപ്പിൻ്റെ അതിൻ്റെ കമ്പനിയുടെ GM-ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു ചാക്ക് മണൽ ഇവിടുത്തെ ഹാർഡ്വെയർസ് എന്നൊക്കെ വാങ്ങുമ്പോൾ 100 രൂപയാണ് നമ്മളൊരു ചാക്ക് മണൽ, ഒരു കൊട്ട മണൽ നിറച്ച ഒരു ബാഗ് മണലിന് 100 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 350 രൂപ സിമെൻറ്റ് നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ നിർമ്മാണ വസ്തുക്കൾക്കും 28% GST ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റിന് ഈ 350 തരുമ്പം തന്നെ അവർക്ക് 100 രൂപയിൽ കൂടുതൽ GST കൊടുക്കേണ്ടി വരുന്നു. കയറ്റർക്ക് മറ്റ് ഗതാഗത ചാർജൊക്കെ കൂടി ലാസ്റ്റ് കമ്പനിക്ക് കിട്ടുന്ന ഒരു 100-120 രൂപയാണ് നിർമ്മാണ ഉൽപ്പാദന ചിലവായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പല കമ്പനികളും സിമെൻറ്റ് കമ്പനികൾ ഇപ്പോൾ അടച്ചു പൊട്ടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം കമ്പനികളിപ്പം സിമെൻറ്റ് കമ്പനി തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ നിർമ്മാണ മേഖല ഇനിയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതുപോലെ നമ്മളെ മറ്റ് കമ്പിക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വിലക്കയറ്റം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മണലിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളെ പാരിസ്ഥിതിക പ്രശ്നം തന്നെ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയായി നമ്മളെ പശ്ചിമഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചിമഘട്ടത്തിൽ നമ്മളെ കോറികൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് കരിങ്കല്ലും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഈ നിർമ്മാണ മേഖലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു ആശയം ഉണ്ടായിരുന്നു, നമ്മൾ നിർത്തിവെച്ച ഈ നദികളിൽ നിന്ന് 44 നദികളിൽ നിന്നും ആ നദികളിലെ പാരിസ്ഥിതിക പഠനം പഠിച്ചുകൊണ്ട് ആ നദികളിൽ നിന്നൊക്കെ മണൽ വാരൽ പുനരാരംഭിക്കണം. അതുപോലെ തന്നെ ഇന്നാൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മണൽ ഖനനം, കടൽ മണൽ ഖനനം ചെയ്യാനുള്ള ആ പ്രവർത്തനവുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിർമ്മാണ മേഖലയ്ക്ക് വളരെ പ്രതിസന്ധി നേരിടുന്ന ഈ മണലിൻ്റെയും മറ്റനുബന്ധ നിർമ്മാണ വസ്തുക്കളുടെയൊക്കെ വില നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന ഒരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ